ഉമ്മാന്റെ കൂടെ പുറത്തു പോകുമ്പോഴുള്ള ഫിച്ചക്കാണിത്. ഇങ്ങനെ ലെങ്കി പറഞ്ഞിട്ട് വേണം ഉമ്മാന്റെ കൂടെ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ പോകാൻ. നമ്മൾ ഈ കളറില്ലാത്ത കുപ്പായം ജീൻസ് ഒന്നും ഉമ്മാക്ക് പിടിക്കൂല. എന്റെ കൂടെ വരുമ്പോൾ കുറച്ച് വൃത്തിയിലും മെനയിലൊക്കെ വരണം എന്നാണ് ഉമ്മ പറയാം. ഞാൻ അപ്പളേ പറഞ്ഞതാണ് ഓട്ടോയിൽ പോവാ, ബസ്സിലൊന്നും പോണ്ട, ഇവനെ കൊണ്ട് നടക്കൂല. ഓനെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ബസ്സിന് പോകാൻ ഉറപ്പിച്ചു വന്ന ആളാണ്. ബസ് കാത്തിക്കാൻ പോയതും ഓൻ ഒരേ ഓട്ടം, ഉമ്മ ഒരേ ഇരുത്തായിരുന്നു. പണിയിട്ടിയത് എനിക്ക്. ആടുന്ന് കുറെ ഓടി കളിച്ചോണ്ട് തന്നെ ബസ് കയറിയപ്പോ മൂപ്പർക്ക് ചെറുതായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. ഈ പാർട്ടി വേറെ ഡ്രസ്സ് കിട്ടാണ്ടപ്പോ നിങ്ങൾ വിചാരിക്കും കല്യാണത്തിന് പോയതാ? അല്ല, നമ്മൾ ഉമ്മാമനെ കാണാൻ പോയത്. ഇതാണ് നമ്മളെ ഉമ്മാമ. ചെറുപ്പത്തിൽ സ്കൂളും മദ്രസൊക്കെ ലീവ് കിട്ടുമ്പോ വേഗം ഉമ്മാമാന്റെ അടുത്ത് കൂടുകയും ഉമ്മാമ പണ്ടത്തെ കുറെ കഥകളൊക്കെ പറഞ്ഞത് നല്ല രസമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നാട്ടിൽ പോകുമ്പോ ഒരീസെങ്കിലും ഉമ്മാമ എടുത്ത് വെക്കുന്നുണ്ട്. ആടെത്തിയപ്പോ തന്നെ മൂപ്പറ്റി വേണ്ട സാധനം ആദ്യം തന്നെ കിട്ടിയനും മൂപ്പരതിന്റെ സന്തോഷത്തിലാണ്. ഓൻ കിട്ടുന്നല്ലോ എനിക്കും വേണം. അതുകൊണ്ട് തന്നെ ഞാനതിലൊന്ന് കയറി നോക്കി. ഇപ്പോഴൊക്കെ തറവാട്ടിൽ പോകുമ്പോൾ ഒരേ ഒരു കാര്യം ഓർമ്മ വരിക. പണ്ടൊക്കെ സ്കൂളും മദ്രസൊക്കെ ലീവ് കിട്ടുമ്പോൾ അപ്പൊ തന്നെ തറവാട്ടിലോട്ട് ഓടുന്നതും കസിൻസിന്റെ കൂടെ കളിക്കുന്നതും പിന്നെ രാത്രി കിടക്കുമ്പോഴുള്ള ഉമ്മാമാന്റെ കഥകളും അങ്ങനെ എന്തൊക്കെ ഓർമ്മകളാണ്. ഇപ്പൊ എല്ലാവരുടെയും സ്ഥിതി വിവരങ്ങളൊക്കെ അറിയുന്നത് ഉമ്മ പറയുമ്പോഴോ അല്ലെങ്കിൽ വല്ലപ്പോഴും മെസ്സേജ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കസിന്റെ കല്യാണം വരുമ്പോൾ മാത്രം. അതൊന്നും ആരുടെയും കുറ്റം കൊണ്ടല്ല, എല്ലാവരും ഓരോരുത്തരുടെ ലൈഫിൽ തിരക്കില്ലാണ്. അപ്പൊ ഞാൻ നടക്കണം. പിന്നെ ഇഷ്ടമായ ഫോളോയിലേക്ക് മറക്കരുത് കേട്ടോ. ബൈ.